ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +1 കുട്ടികൾക്ക് പഠിക്കാനുള്ള ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പം നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ചാപ്റ്റർ 2-3 തവണയെങ്കിലും വായിച്ചു നോക്കുക. അതിന് ശേഷം ഈ ഒരു വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ ഓതർ കൺസിഡർ ആസ് ദി ഡ്രോബാക്സ് ഓഫ് ലണ്ടൻ? ലണ്ടനിൻ്റെ പോരായ്മകളായി രചയിതാവ് എന്താണ് കണക്കാക്കുന്നത്? ആൻസർ: ദ ഡ്രോബാക്സ് ഓഫ് ലണ്ടൻ ആർ ഇറ്റ്സ് എൻഡ്ലെസ് നോയിസ് ആൻഡ് ഹസിൽ, ഇറ്റ്സ് സ്മോക്കി എയർ ആൻഡ് ഇറ്റ്സ് സ്ക്വാളർ. ലണ്ടനിൻ്റെ പോരായ്മകൾ അതിൻ്റെ ഒരിക്കലും തീരാത്ത ശബ്ദവും തിരക്കുമാണ്. ഓക്കെ, ആദ്യത്തേത് പറഞ്ഞത് ശബ്ദം, എൻഡ്ലെസ് നോയിസ് ആൻഡ് ഹസിൽ. ഹസിൽ എന്ന് വെച്ചാൽ തിരക്ക്. ഇറ്റ്സ് സ്മോക്കി എയർ ആൻഡ് ഇറ്റ്സ് സ്ക്വാളർ. സ്ക്വാളർ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, സ്ക്വാളർ പ്ലേസ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത സ്ഥലം. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ബഹളവും, തീരാത്ത ബഹളവും തിരക്കും, പിന്നെ പുക നിറഞ്ഞ വായുവും വൃത്തിയില്ലാത്ത സ്ഥലവും ഒക്കെയാണ് ഡ്രോബാക്സ് ആയിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഓതേഴ്സ് എക്സ്ക്യൂസ് ടു അവോയ്ഡ് വാക്കിംഗ്? നടക്കാതിരിക്കാൻ ലേഖകൻ്റെ ഒഴിവ് കഴിവ് എന്താണ്? ആൻസർ: ദ ഓതേഴ്സ് എക്സ്ക്യൂസ് ടു അവോയ്ഡ് വാക്കിംഗ് ഈസ് ടു ടെൽ ദ പീപ്പിൾ ഹൂ കോൾ ഹിം ഫോർ എ വാക്ക് ദാറ്റ് ഹി ഹാസ് മെനി ലെറ്റേഴ്സ് ടു റൈറ്റ്. ഇപ്പം നടക്കാതിരിക്കാൻ ലേഖകൻ്റെ ഒഴിവ് കഴിവ് എന്താണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ: നടക്കാൻ വിളിക്കുന്നവരോട് തനിക്ക് എഴുതാൻ ഒരുപാട് കത്തുകളുണ്ടെന്ന് പറയുകയാണ് വാക്കിംഗ് ഒഴിവാക്കാനുള്ള ലേഖകൻ്റെ ന്യായം. തേർഡ് ക്വസ്റ്റ്യൻ: വൈ ഈസ് ദ ഓതേഴ്സ് എക്സ്ക്യൂസ് ഇൻഎഫക്റ്റീവ്? എന്തുകൊണ്ടാണ് രചയിതാവിൻ്റെ ഒഴിവ് കഴിവ് ഫലപ്രദമല്ലാത്തത്? ആൻസർ: the author's excuse is ineffective in 3 ways. First one, it is not believed. Second, it forces you to rise from your chair, go to the writing table and pretend to be writing a letter until the workmonger goes out of the room. Third, it won't work on Sunday mornings because there is no post out till the evening. രചയിതാവിൻ്റെ ഒഴിവ് കഴിവ് 3 തരത്തിൽ ഫലപ്രദമല്ല. അതേതൊക്കെയാണ്? ഇറ്റ് ഈസ് നോട്ട് ബിലീവഡ്, അത് വിശ്വസിക്കുന്നില്ല. ഇറ്റ് ഫോഴ്സസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ, ഗോ ടു ദ റൈറ്റിംഗ് ടേബിൾ ആൻഡ് പ്രിറ്റൻഡ് ടു ബി റൈറ്റിംഗ് എ ലെറ്റർ അണ്ടിൽ ദ വർക്ക് മോങ്കർ ഗോസ് ഔട്ട് ഓഫ് ദി റൂം. നിങ്ങളുടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഇത് നിങ്ങളെ നിർബന്ധിക്കുന്നു, അതായത് വാക്കിങ്ങിന് പോകാൻ. എഴുത്ത് മേശയിലേക്ക് പോയി ഒരു കത്ത് എഴുതുന്നതിനായി നടക്കുന്നു. വാക്ക് മോങ്ങർ മുറിയിൽ നിന്ന് പുറത്തു പോകുന്നതുവരെ. വാക്ക് മോങ്ങർ എന്ന് പറഞ്ഞാൽ വാക്കിങ്ങിന് വിളിക്കാൻ വരുന്ന ആൾക്കാരെയാണ് ഇവിടെ പറയുന്നത്. ഇനി തേർഡ്, വൈകുന്നേരം വരെ പോസ്റ്റുകളൊന്നും ഇല്ലാത്തതിനാൽ ഞായറാഴ്ച രാവിലെ ഇത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഐഡിയ വർക്ക് ചെയ്യില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ: വാട്ട് മേക്സ് ദ ഓതർ സേ ദാറ്റ് വാക്കിംഗ് ഫോർ വാക്കിങ്സ് സേ സ്റ്റോപ്സ് വൺസ് ബ്രെയിൻ? നടക്കാൻ വേണ്ടിയുള്ള നടത്തം ഒരാളുടെ ബ്രെയിനിനെ തടസ്സപ്പെടുത്തുന്നു എന്ന് എഴുത്തുകാരനെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ആൻസർ: ദ ഓതർ സേസ് ദാറ്റ് വാക്കിംഗ് ഫോർ വാക്കിങ്സ് സേക്ക് സ്റ്റോപ്പ് വൺസ് ബ്രെയിൻ ബിക്കോസ് then a person's power to instruct or to amuse when he is sitting on a chair or standing on a hearth rug leaves him. നടക്കാൻ വേണ്ടിയുള്ള നടത്തം ഒരാളുടെ ബ്രെയിനിനെ തടസ്സപ്പെടുത്തുന്നുവെന്ന് എഴുത്തുകാരൻ പറയുന്നു. കാരണം കസേരയിൽ ഇരിക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഉപദേശിക്കാനോ രസിപ്പിക്കാനോ ഉള്ള ഒരു വ്യക്തിയുടെ ശക്തി അവനെ ഉപേക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: trespassers will be prosecuted. Write down 2 more such wall notices. അതിക്രമം നടത്തുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യും. അത്തരത്തിലുള്ള 2 വോൾ നോട്ടീസുകൾ എഴുതുക. ആൻസർ: ഡ്രൈവ് സ്ലോലി, പതുക്കെ ഡ്രൈവ് ചെയ്യുക. സെക്കൻഡ്, കോഷൻ, കോഷൻ എന്ന് പറഞ്ഞാൽ ജാഗ്രത. ഷാർപ്പ് കർവ്,
Sixth question. What, according to the author, is the thought process taking place in the brain during a walk? ലേഖകൻ്റെ അഭിപ്രായത്തിൽ വാക്കിംഗ് ചെയ്യുമ്പോൾ തലച്ചോറിൽ ചിന്താപ്രക്രിയ എന്താണ്? തലച്ചോറിൽ നടക്കുന്ന ആ തോട്ട് പ്രോസസ്സ് എന്താണെന്നാണ് ചോദ്യം. ആൻസർ: എ മാൻ ഈസ് നോട്ട് urged by his reasoning faculties to go for a walk. He is urged by something that surpasses reason, by his soul. His soul tells his body to go for a walk. The brain asks the soul where to go and for what purpose. The soul then replies that there is no definite destination or any particular mission. ഒരു മനുഷ്യനെ വാക്ക് ചെയ്യാൻ പോകാൻ അവൻ്റെ ന്യായവാദ കഴിവുകൾ പ്രേരിപ്പിക്കുന്നില്ല. യുക്തിയെ കവിയുന്ന ഒന്ന്, അവൻ്റെ ആത്മാവ് അവനെ പ്രേരിപ്പിക്കുന്നു. അവൻ്റെ ആത്മാവ് അവൻ്റെ ശരീരത്തോടു കൂടി നടക്കാനും പോകുന്നു. മസ്തിഷ്കം, അതായത് ബ്രെയിന്, സോളിനോട് എവിടേക്കാണ് പോകേണ്ടതെന്നും എന്തിനു വേണ്ടിയാണെന്നും ചോദിക്കുന്നു. കൃത്യമായ ലക്ഷ്യസ്ഥാനമോ പ്രത്യേക ദൗത്യമോ ഇല്ലെന്ന് ആത്മാവ് മറുപടി നൽകുന്നു. Seventh question. What is the author's opinion of having a vehicle for every destination? ഓരോ ലക്ഷ്യസ്ഥാനത്തിനും ഒരു വാഹനമുണ്ടെന്ന് രചയിതാവിൻ്റെ അഭിപ്രായം എന്താണ്? ആൻസർ: The author does not take a vehicle to every destination. He never goes out of his way to avoid exercise. When a vehicle is essential, he takes one. രചയിതാവ് എല്ലാ സ്ഥലങ്ങളിലേക്കും വാഹനം കൊണ്ടുപോകുന്നില്ല. എക്സസൈസ് ഒഴിവാക്കാൻ അവൻ ഒരിക്കലും തൻ്റെ വഴിക്ക് പോകാറില്ല. ഒരു വാഹനം അത്യാവശ്യമായാൽ അയാൾ അത് എടുക്കുന്നു. അതായത് അദ്ദേഹം എല്ലായിടത്തും വാഹനം കൊണ്ടുപോകാറില്ല. അദ്ദേഹം ഒരു വാഹനം അത്യാവശ്യമാണെന്ന് തോന്നിയാൽ അദ്ദേഹം അത് വാങ്ങിക്കും. ഇനി 8th question. What holds the author back from going out for a walk? നടക്കാൻ പോകുന്നതിൽ നിന്ന് രചയിതാവിനെ തടയുന്നത് എന്താണ്? ആൻസർ: People wanting to see him and work in his own premises hold the author back from going out for a walk. അവനെ കാണാനും സ്വന്തം പരിസരത്ത് ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ നടക്കാൻ പോകുന്നതിൽ നിന്ന് എഴുത്തുകാരനെ തടഞ്ഞു.